ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മണൽവാരൽ നിരോധനം ചാലിയാർ കേന്ദ്രീകരിച്ചിട്ടുള്ള പരമ്പരാഗത തൊഴിലാളികളെയാണ് സാരമായി ബാധിക്കുന്നത്. 28 കടവുകളിലായി 1000-ഓളം തൊഴിലാളികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഉദ്യോഗസ്ഥ എംസാൻ കോറി മാഫിയാണ് മണൽവാരൽ നിരോധനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 24-ാം വർഷം. ഗാർഹിക പീഡന കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുവാൻ പ്രത്യേക കോടതി സ്ഥാപിക്കുമെന്ന് ഡോക്ടർ MK മുനീർ. ഇക്കാര്യം ചീഫ് ജസ്റ്റിസുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി. സഹകരണ സംഘങ്ങളെ ബ്ലേഡ് കമ്പനികളാക്കി ചിത്രീകരിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ ശ്രമങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് K മുരളീധരൻ MLA. വിശദമായ വാർത്തകളിലേക്ക്. പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി നടത്തി. ഇത് 24-ാം വർഷമാണ് കുരിശിന്റെ വഴി നടക്കുന്നത്. 16.5 കിലോമീറ്റർ താണ്ടി ലക്കിടി മൌണ്ട് സിനായിൽ സമാപിച്ചു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി ഇത് 24-ാം വർഷം. ദുഃഖവെള്ളിയാഴ്ച പുലർച്ചെ 3 മണി മുതൽ വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്താൻ തുടങ്ങി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ഗ്രൂപ്പുകളിലെ പ്രാർത്ഥനയോടും ഗാനാലാപനത്തോടും കൂടി 16.5 കിലോമീറ്റർ നടന്ന് മൌണ്ട് സിനായി ലക്കിടിയിൽ എത്തിച്ചേർന്നു. ഫാദർ എമാനുവൽ പൊൻപാറ CMI സമാപന സന്ദേശം നൽകി. കുമ്പസാരിക്കുവാൻ ആവശ്യമുള്ളവർക്ക് കുമ്പസാരത്തിനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. രാവിലെ മുതൽ പ്രഭാഷണം ആരംഭിച്ചു. TL ജോസ്, ജോസഫ് ആന്റണി, ഔസേപ്പച്ചൻ കടുത്തെത്തി എന്നിവർ സന്ദേശം നൽകി. ഗത്സമനിൽ രാവിലെ 10 മണിക്ക് ദുഃഖവെള്ളി സന്ദേശം നൽകി. തുടർന്ന് യേശുവും പടയാളികളും മറിയവും ഭക്തജന സ്ത്രീകളും അണിഞ്ഞൊരുങ്ങി വിശ്വാസികൾക്ക് മുൻപേ നീങ്ങി. സിസ്റ്റർ ജീനയുടെ നേതൃത്വത്തിൽ 4 സെറ്റ് ഗായക സംഘം വിശ്വാസികൾക്കൊപ്പം നീങ്ങി. ഇടയ്ക്ക് ജലപാനീയങ്ങൾ വിവിധ ഗ്രൂപ്പുകാർ വിശ്വാസികൾക്ക് നൽകി. ഫാദർ തോമസ് തുണ്ടത്തിൽ CMI, ജോസ് അടിവാരം, വാവച്ചൻ, അവറാച്ചൻ, കുട്ടിയച്ചൻ പാല, ഷിബു നെയ്ത്തുശ്ശേരി തുണ്ടിയിൽ, ജോയ് ഓണാട്ട്, രാജു അമലാപുരി, തോമസ് ജോസഫ്, വിൽസൺ തുണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിൽ സ്വീകരിച്ച് കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും സമാധാന വാഹകരായി തീരണമെന്നാണ് ഈസ്റ്റർ പഠിപ്പിക്കുന്നതെന്ന് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തന്റെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ആ സമാധാനത്തിന്റെ സന്ദേശവാഹകരായി ജീവിക്കുവാൻ ഈ ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളാശംസകളും ഞാൻ നേരുന്നു. യേശുദേവന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ച് വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. പെസഹ ദിനത്തിൽ ദേവമാതാ കത്തീഡ്രൽ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. കുരിശിലേറു മുൻപ് യേശുക്രിസ്തു ശിഷ്യരുടെ കാൽ കഴുകി അത്താഴമുണ്ടതിന്റെ സ്മരണയുമായി വിശ്വാസികൾ പെസഹ ആചരിച്ചു. പള്ളികളിൽ കുർബാന, കാലുകഴുകൽ ശുശ്രൂഷ, സമൂഹ ആരാധന, അപ്പമുറുക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. പാറപ്പൊടി സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചിനാനിയിലും നഗരത്തിലെ ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക.
ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ബിഷപ്പ് എമരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയും താമരശ്ശേരി മേരിമാത കത്തീഡ്രലിൽ ബിഷപ്പ് എമരിറ്റസ് മാർ പോൾ ചിറ്റിലപ്പള്ളിയും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. പീഡാനുഭവ സ്മരണയിൽ വിശ്വാസികൾ വെള്ളിയാഴ്ച ദുഃഖവെള്ളി ആചരിച്ചു. പള്ളികളിൽ പീഡാനുഭവ ശുശ്രൂഷകളും കുരിശിന്റെ വഴിയും നടന്നു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി പുലർച്ചെ 3-ന് ആരംഭിച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഗ്രൂപ്പുകളിലായി പ്രാർത്ഥനയോടെ ഗാനാലാപനത്തോടും കൂടി 16.5 കിലോമീറ്റർ നടന്ന് മൌണ്ട് സിനായിലെ ലക്കിടിയിലേക്ക് നീങ്ങി. റവറന്റ് ഫാദർ എമാനുവൽ പൊൻപാറ സമാപന സന്ദേശം നൽകി. രാവിലെ ദുഃഖവെള്ളി സന്ദേശവും നൽകിയിരുന്നു. ഗാർഹിക പീഡന കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടമായി ഏതെങ്കിലും ഒരു ജില്ലയിൽ പ്രത്യേക കോടതി സ്ഥാപിക്കാൻ ആലോചനയുണ്ടെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം കെ മുനീർ. ഇക്കാര്യം ചീഫ് ജസ്റ്റിസുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ വെൽഫെയർ ബോർഡ് കേരള ഷെൽട്ടർ ഹോം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള 2005 നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത ഷെൽട്ടർ ഹോമുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് മുൻകൈയെടുത്ത് സ്ഥാപിക്കുന്ന ഈ ഷെൽട്ടർ ഹോമുകളിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റെടുത്ത് നടത്തുന്നത് മുജാഹിദ് എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ്. കോഴിക്കോട് ബട്ട് റോഡിൽ പൂഴിയിൽ എന്ന സ്ഥലത്ത് റെഡ് റോസ് മാനർ ആശ്രയഭവൻ എന്ന പേരിൽ കോഴിക്കോട്ടെ ഷെൽട്ടർ ഹോം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക പീഡന കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുന്നതിനു വേണ്ടി ആദ്യഘട്ടമായി ഏതെങ്കിലും ഒരു ജില്ലയിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ ആലോചനയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ചീഫ് ജസ്റ്റിസുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കോർട്ടുകൾ ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ബൈജു സബ്ജക്ട് പറയുകയുണ്ടായി, അദ്ദേഹം എല്ലാ സ്ഥലത്തും ആവശ്യപ്പെടുന്നതാണ്. ഏതായാലും ഗവൺമെന്റ് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ചീഫ് ജസ്റ്റിസുമായി ചർച്ച ചെയ്ത് ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടുകൂടെ കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് ചെയർപേഴ്സൺ ഡോക്ടർ ഖമറുന്നിസ അൻവർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സബ് ജഡ്ജ് RL ബൈജു, ME ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ CP അബൂബക്കർ, ഡെപ്യൂട്ടി കമ്മീഷണർ D സാലി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹനൻ, കോർപ്പറേഷൻ കൌൺസിലർ CP സലീം, സോഷ്യൽ വെൽഫെയർ ബോർഡ് സെക്രട്ടറി ഡോക്ടർ A ഫിലിപ്പോസ്, സാമൂഹ്യനീതി ഓഫീസർ സാറാമ TP, പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ ലിസി കെ, മുഹമ്മദ് നിസാർ C, ബാലനാരായണൻ, ശ്രീകല ലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സഹകരണ സംഘങ്ങളെ ബ്ലേഡ് കമ്പനികളാക്കി ചിത്രീകരിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് കെ മുരളീധരൻ MLA. എരഞ്ഞിപ്പാലം സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 വർഷമായി കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രവർത്തനം തുടങ്ങിയ സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിച്ച രണ്ടാമത്തെ സംരംഭമായ നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകളാണ് വെള്ളിയാഴ്ച സംഘടിപ്പിച്ചത്. സാധാരണക്കാർക്ക് മരുന്നുകൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നീതി മെഡിക്കൽ സ്റ്റോർ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രവർത്തനം തുടങ്ങിയത്. മെഡിക്കൽ സ്റ്റോറിന്റെ ഔപചാരിക ഉദ്ഘാടനം MLA കെ മുരളീധരൻ നിർവഹിച്ചു. സഹകരണ സംഘങ്ങളെയും സ്ഥാപനങ്ങളെയും ബ്ലേഡ് കമ്പനികളാക്കി ചിത്രീകരിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതിന് ഏതാണ്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു ബ്ലേഡ് കമ്പനിയാണ് സഹകരണ മേഖല എന്നുള്ള രീതി ഇപ്പൊ പെരുമാറുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ആഞ്ഞടിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ 14 ജില്ലകളിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ടുള്ള ശക്തമായുള്ള ജനരോഷം എല്ലാ പാർട്ടിക്കാരും കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഉൾപ്പെടെ. ആദ്യ വിൽപ്പന കൌൺസിലർ P കിഷൻ ചന്ദ് നിർവഹിച്ചു. SMS അലർട്ടിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K രവീന്ദ്രൻ നിർവഹിച്ചു. സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി P സബിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് E പ്രബിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PP ഗീതാകുമാരി, കൌൺസിലർമാരായ K മുഹമ്മദ് അലി, K സത്യനാഥൻ, മുൻ മേയർ അഡ്വക്കേറ്റ് CJ റോബിൻ, സിറ്റി ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ, രാമനാട്ടുകര കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് G നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് M ഗോപാലൻ, സിറ്റി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ സാവിത്രി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. കല്യാൺ ഹിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങലുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ് April 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു.
കേരളത്തിൽ ബാറുകൾ പൂട്ടിയ സർക്കാരിന്റെ നയത്തെ വിമർശിക്കുന്നില്ലെങ്കിലും ഈ സാഹചര്യത്തിൽ വീടുകൾ ബാറുകളായി മാറാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ചലച്ചിത്ര താരം സുരേഷ് ഗോപി സേവാഭാരതി ബാലികാ സദനം മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനാഥരും തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ അനാഥത്വം അനുഭവിക്കുന്നവരുമായ പെൺകുട്ടികൾക്ക് ആശ്രയവും സംരക്ഷണവും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2005 സേവാഭാരതി ബാലികാ സദനം പ്രവർത്തനം ആരംഭിച്ചത്. ചേവായൂരിൽ വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന ബാലികാ സദനം ചെറുവറ്റയിൽ പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. സേവാഭാരതി ബാലികാ സദനത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം സുരേഷ് ഗോപി നിർവഹിച്ചു. കേരളത്തിൽ ബാറുകൾ പൂട്ടിയ സർക്കാരിന്റെ നയത്തെ വിമർശിക്കുന്നില്ലെങ്കിലും ഈ സാഹചര്യത്തിൽ വീടുകൾ ബാറുകളായി മാറുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ബാറുകൾ പൂട്ടിയ അവസ്ഥയിൽ വീടുകൾ ബാറുകളായി മാറിയാൽ അച്ഛന്മാരോടൊപ്പം ഒരുപാട് മാമന്മാരും വരുന്ന അവസ്ഥയിൽ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷ എന്താണെന്ന് ആഭ്യന്തര വകുപ്പ് നല്ലതുപോലെ ഒരു സർവേ നടത്തണം, അത്യാവശ്യമാണ്. സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സി ഗംഗാധരൻ, LIC സീനിയർ ഡിവിഷണൽ മാനേജർ ജി വെങ്കട്ടരമണൻ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ഹസൻ, MP MK രാഘവൻ, MLA മാരായ AK ശശീന്ദ്രൻ, PT റഹീം, കുരോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മഞ്ജുള, RSS പ്രാന്തകാര്യവാഹ് P ഗോപാലൻകുട്ടി മാസ്റ്റർ, ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ K മാധവൻകുട്ടി, ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ TK പരീക്കുട്ടി ഹാജി, MT രമേശ്, K ഷാജികുമാർ, അക്കിനാരി മുഹമ്മദ, M മുകുന്ദൻ മാസ്റ്റർ, P ബിജു, അംഗത്തിൽ അജയകുമാർ, T സുബ്രഹ്മണ്യൻ മാസ്റ്റർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. സുരേഷ് ഗോപി സാറിന്റെ സാദരം ക്ഷണിക്കുകയാണ്. മണൽവാരൽ നിരോധനം പിൻവലിക്കണമെന്ന് ചാലിയാർ മേഖല മണൽ തൊഴിലാളി സംയുക്ത സമിതി. നിയമാനുസൃതം മണൽ വാരാനുള്ള അനുമതി സർക്കാർ നൽകണമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. പരമ്പരാഗതമായ ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ തൊഴിലെടുത്തു പോരുന്ന ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിൽ കണ്ടെത്തുക പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ ചാലിയാറിൽ നിന്ന് മണലെടുക്കുന്ന ചെറുവണ്ണൂർ, ഫറോക്ക്, രാമനാട്ടുകര, ഒളവണ്ണ, പെരുമണ്ണ, പെരുവയൽ, മാവൂർ, ചാത്തമംഗലം, കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ 28 കടവുകളിലായി ജോലി ചെയ്തു വരുന്ന 1000-ഓളം വരുന്ന തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന് ചാലിയാർ മേഖല മണൽ തൊഴിലാളി സംയുക്ത സമിതി എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ച് ഈ മേഖലയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നത്. നിരന്തരമായ ഇടപെടലുകൾക്കും നിവേദനങ്ങൾക്കും ഫലം കാണാത്ത സാഹചര്യത്തിൽ മണൽവാരൽ നിരോധനം പിൻവലിക്കുക, നിരോധന കാലത്ത് മണൽ തൊഴിലാളികൾക്ക് നേരെ പിടിച്ചുവെച്ച റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ആശ്വാസവേതനം നൽകുക, മണൽ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ 6-ന് കലക്ടറേറ്റ് തൊഴിലാളികളുടെ മാർച്ചും ധർണയും നടത്തുമെന്നും ചാലിയാർ മേഖല മണൽ തൊഴിലാളി സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ കേരളത്തിലെ ഈ നിയമത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണം, കേരളത്തിലെ ഈ അളവ് കാര്യങ്ങളൊക്കെ കണക്കാക്കിയും നദീനെ സംരക്ഷിച്ചുകൊണ്ടാണ് മണൽ വാരുന്നതെന്നുള്ള കാര്യം കോടതിനെ അന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. നോട്ട് റെസ്പോണ്ടൻസ് എന്നാണ് അവിടെ വിധി നമുക്ക് എടുത്തു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികൾക്കിനി ആഘോഷങ്ങളുടെ അവധിക്കാലം. അവസാന പരീക്ഷയും കഴിഞ്ഞ് മധ്യവേനൽ അവധിക്ക് വിദ്യാലയങ്ങൾ അടച്ചു. കടുത്ത വേനലാണെങ്കിലും ഇനി നാട്ടുവഴികളും മറ്റും കുട്ടികൾ അവധിക്കാലത്തെ കളിക്കളമാക്കും. അവസാന പരീക്ഷയും കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ പുസ്തകക്കെട്ടുകളുടെ ഭാരമില്ലാത്ത മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കുകയാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നേരത്തെ കഴിഞ്ഞെങ്കിലും വൈകിയാണ് മറ്റു ക്ലാസ്സിലെ പരീക്ഷകൾ അവസാനിച്ചത്. പഠനഭാരം ഒഴിഞ്ഞ ദിനങ്ങളിൽ കുട്ടികൾ വിജ്ഞാനപ്രദവും പ്രയോജനപ്രദവുമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. പഴയകാലത്തെ അവധിക്കാലം പോലെ കുട്ടികളെ മാവിൻ ചുവട്ടിലും പന്തലൊരുക്കി കളിക്കാനും ഇപ്പോൾ വല്ലാതെ ലഭിക്കാറില്ല. കമ്പ്യൂട്ടർ പഠനം, അബാക്കസ്, സംഗീതം, നൃത്തം, വ്യക്തിത്വ വികസനം, യോഗ, നീന്തൽ തുടങ്ങി വിഷമമുള്ള വിഷയങ്ങളിലെ ട്യൂഷനും എൻട്രൻസ് പരീക്ഷാ പരിശീലനങ്ങളിലും മറ്റും കുട്ടികൾ ഇനി വ്യാപൃതരാവും. മോഹന വാഗ്ദാനങ്ങളുമായി കമ്പ്യൂട്ടർ എൻട്രൻസ് പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ കുട്ടികളുടെ പിന്നാലെയുണ്ട്. കടുത്ത വേനലായതിനാൽ അവധിക്കാലത്തെ ആഘോഷങ്ങൾക്ക് ഏറെ പ്രയാസങ്ങളുമുണ്ട്. പകൽ താപനില കൂടുമെന്നതിനാൽ വെയിൽ രോഗങ്ങൾ വരാനും സാധ്യത ഇക്കാലത്ത് കൂടുതലാണ്. 9 വരെയുള്ള ക്ലാസുകളിൽ മെയ് 2-നാണ് ഫലപ്രഖ്യാപനം. SSLC ഫലം മെയ് 16-ന് പ്രഖ്യാപിക്കും. പിന്നീട് അടുത്ത അധ്യയന വർഷത്തെ കണക്കുകൂട്ടലുകളിലേക്കുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നെട്ടോട്ടമാവും. മനോഹരവും ഫലപ്രദവുമായ ഒരു അവധിക്കാലം മാനസികമായ ഉണർവിനും ബൗദ്ധിക വളർച്ചയ്ക്കും ഉപകരിക്കുമെന്നതിനാൽ രക്ഷിതാക്കൾ ഇക്കാലയളവിൽ ഉണർന്നിരിക്കേണ്ടതാണ്.
മത്സ്യത്തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മത്സ്യബന്ധന തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ഏപ്രിൽ 22-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ഏപ്രിൽ 8-ന് തീരദേശ ഹർത്താൽ നടത്തും. കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം പ്രകാരമാണ് ഹർത്താലും പാർലമെന്റ് മാർച്ചും നടക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി മത്സ്യത്തൊഴിലാളികൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് STU നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. സെൻട്രൽ മാർക്കറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പാളയം MCC ബാങ്ക് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് വഴി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജീവൻ പണയം വെച്ച് കുടുംബം പോറ്റാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി, ഒരുത്താൻ വയറിന് വേണ്ടി തങ്ങളുടെ മക്കളും പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകാൻ വേണ്ടി അർദ്ധരാത്രി സമയത്ത് ജീവൻ കയ്യിലെടുത്ത് കടലിന്റെ ആർത്തലിച്ചു വരുന്ന തിരമാലകൾക്ക് നടുവിലൂടെ പോയി മത്സ്യബന്ധനം നടത്തി ഈ നാട്ടിന്റെ ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിച്ചു വരുന്ന ആ സാധുക്കളോട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് PT ഹുസൈൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കോയ എലത്തൂർ, KUFDC ചെയർമാൻ മൊയ്തീൻ കോയ, അഡ്വക്കേറ്റ് PM ഹനീഫ, PP മൊയ്തീൻ കോയ, അബുമോൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, വിദേശ മീൻപിടുത്ത കപ്പലുകൾക്ക് ലൈസൻസ് നൽകാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവുകൾ പിൻവലിക്കുക, കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയത്തിന് രൂപം നൽകുക, ഡോക്ടർ സൈദറാവു കമ്മിറ്റി റിപ്പോർട്ട് ഉപേക്ഷിക്കുക, സമുദ്ര മത്സ്യബന്ധന ബിൽ പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറത്തിന്റെയും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ ഏപ്രിൽ 22-ന് മത്സ്യത്തൊഴിലാളികൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുന്നത്. കോഴിക്കോട് താലൂക്ക് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ വായ്പാ മേള സംഘടിപ്പിച്ചു. കണ്ടംകുളം ജൂബിലി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. T ദാസൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് താലൂക്ക് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ വായ്പാ മേള സംഘടിപ്പിച്ചു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിൽ അവരെ സഹായിക്കുവാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഹകരണ സംഘമായിട്ട് മാറിയിരിക്കുകയാണ്. ദുർബലരായ വനിതകൾക്കും അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സംരംഭം തയ്യാറാക്കിയത്. വേണ്ടത്ര ഈട് നൽകാൻ കഴിയാത്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആൾജാമ്യത്തിൽ നിത്യജീവിതത്തിന് ആവശ്യമായി വരുന്ന വസ്തുക്കൾ ദീർഘകാലാവധിയിലും ചെറിയ തവണകളുമായി ദിവസം, ആഴ്ച, മാസം എന്നിങ്ങനെ നേരിട്ട് കളക്ഷൻ സ്വീകരിച്ച് സ്ഥാപനത്തെയും ഗുണഭോക്താവിനെയും സഹായിക്കാൻ ഉതകുന്ന രീതിയിലാണ് പദ്ധതി തയ്യാർ ചെയ്തിരിക്കുന്നത്. ചെത്തുതൊഴിലാളി യൂണിയൻ CITU പ്രസിഡന്റ് T ദാസൻ അധ്യക്ഷനായിരുന്നു. 2 വീലർ, ഗോൾഡ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, കാർഷിക എന്നീ ലോണുകളുടെ വിതരണം KDC ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, ടൗൺ ബാങ്ക് ചെയർമാൻ M ഭാസ്കരൻ, ചേവയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രശാന്ത് കുമാർ GC, കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK അബ്ദുറഹിമാൻ എന്നിവർ നിർവഹിച്ചു. കള്ളുചെത്ത് സഹകരണ സംഘം പ്രസിഡന്റ് PA ചന്ദ്രശേഖരൻ, സെക്രട്ടറി MC ബിനേഷ്, ബാബു പറശ്ശേരി, P ലക്ഷ്മണൻ, MM പത്മാവതി, P മോഹനൻ, B ശശി, K ബാബു, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ചിത്രരേഖ ആർട്ട് സൊല്യൂഷന്റെ നേതൃത്വത്തിൽ മലപ്പുറം കോട്ടക്കൽ സ്വദേശി CH സ്വാലിഹിന്റെ ചിത്രപ്രദർശനം ആരംഭിച്ചു. വീണ്ടെടുക്കൽ എന്ന പേരിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനം പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. സമകാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കലാപരമായ ശ്രമമാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച
CH സ്വാലിഹ് എന്ന യുവചിത്രകാരന്റെ വീണ്ടെടുക്കൽ എന്ന ചിത്രപ്രദർശനം. സമൂഹത്തിൽ നടക്കുന്ന ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്കും തിന്മകൾക്കുമെതിരെയാണ് ഈ ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. തിന്മയിൽ നിന്ന് നന്മയിലേക്കും നമ്മിൽ നിന്ന് അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക മാനുഷിക മൂല്യങ്ങൾ വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ചിത്രങ്ങളിൽ കണ്ടറിയാം. മലപ്പുറം കോട്ടക്കൽ സ്വദേശിയായ സ്വാലിഹ് മതസൗഹാർദ്ദം തകർക്കാനുള്ള ചിത്രശക്തികളുടെ ഗൂഢശ്രമങ്ങൾക്കെതിരെ കരുതിയിരിക്കാനുള്ള മുന്നറിയിപ്പും ചിത്രങ്ങളിലൂടെ നൽകുന്നുണ്ട്. നഗരജീവിതവും ഗ്രാമീണ ജീവിതവും തമ്മിലുള്ള സംഘർഷങ്ങളും വ്യക്തമാക്കുന്ന ചിത്രം പ്രകൃതി ദൃശ്യങ്ങളുടെ പരമ്പരയിൽ വേറിട്ട് നിൽക്കുന്നു. ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നതിലുള്ള ആകുലതകളും ഈ ചിത്രത്തിലുണ്ട്. ഗാന്ധിയൻ ആശയങ്ങൾ പരാജയപ്പെടുന്നിടത്ത് ഗാന്ധിജി പിന്തിരിഞ്ഞു നടക്കുന്ന ചിത്രം സമകാലിക ഇന്ത്യയെയാണ് വരച്ചു കാട്ടുന്നത്. ഇതെല്ലാമാണെങ്കിലും നന്മ വറ്റിയിട്ടില്ലാത്ത ഒരു നല്ല സമൂഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പകരുന്ന ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. പ്രദർശനം കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമ ആർട്ടിസ്റ്റ് ബേബി ഗോപാൽ, പ്രേംദാസ് ഇരുവള്ളൂർ, പി അനിൽ, ലിസി ഉണ്ണികൃഷ്ണൻ, വിജി എം എന്നിവർ സംസാരിച്ചു. ചിത്രരേഖ ആർട്ട് സൊല്യൂഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രദർശനം 6-ന് സമാപിക്കും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ എസ്റ്റേറ്റ് ഓഫീസ് പ്രവർത്തനങ്ങളിലും കരാർ നിയമനങ്ങളിലും വ്യാപകമായ ക്രമക്കേടെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെയാണ് പ്രവർത്തികൾ നടത്തിയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത് വ്യക്തമാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല ലോക്കൽ ഫണ്ട് വിഭാഗത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് സർവകലാശാല ഭരണനിർവഹണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടുന്നത്. 2011 മുതൽ 13 വരെയുള്ള കാലയളവിൽ എസ്റ്റേറ്റ് ഓഫീസിലെ മരാമത്ത് പ്രവൃത്തികൾക്കായി 51,14,639 രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ ചട്ടങ്ങളോ നിയമങ്ങളോ പാലിക്കാതെയാണ് ഈ പ്രവൃത്തികൾ നടത്തിയതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മണിക്കൂർ വാടക കണക്കാക്കി ടിപ്പർ ലോറിയും മണ്ണുമാന്തി യന്ത്രവും ഉപയോഗപ്പെടുത്തിയതും ഇവയുടെ പ്രവൃത്തി അളവുകൾ രേഖപ്പെടുത്താതിരുന്നതും ഗുരുതരമായ ചട്ടലംഘനമായാണ് വിലയിരുത്തുന്നത്. പരീക്ഷാ ഫീസ് കാലോചിതമായി പരിഷ്കരിക്കാത്തതുമൂലം മാത്രം 163 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. വൈസ് ചാൻസലർ ശമ്പള ഇനത്തിൽ ക്രമവിരുദ്ധമായി 18,96,000 രൂപ കൈപ്പറ്റിയതായും റിപ്പോർട്ട് പരാമർശിക്കുന്നു. അനധികൃത നിയമനങ്ങളെ സംബന്ധിച്ച പരാമർശവും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അനുമതിയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് സർക്കാർ ധനസഹായം നൽകാൻ ശ്രമിച്ചതിനെയും ഓഡിറ്റ് റിപ്പോർട്ട് വിമർശിക്കുന്നുണ്ട്. സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസുകളും ചലച്ചിത്രോത്സവങ്ങളും ഓട്ടിസം നടത്തവുമായി വിവിധ പരിപാടികളോടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഓട്ടിസം ദിനം ആചരിച്ചു. വാക്ക് ഫോർ ഓട്ടിസം റാലി ജില്ലാ കളക്ടർ N പ്രശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക ഓട്ടിസം ദിനത്തിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വാക്ക് ഫോർ ഓട്ടിസം നടത്തം സംഘടിപ്പിച്ചു. ഓട്ടിസം രോഗമല്ല അവസ്ഥയാണ് എന്നെഴുതിയ പ്ലാക്കാർഡുകൾ പിടിച്ച് കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്ത ജാഥ ജില്ലാ കളക്ടർ N പ്രശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനഞ്ചിറ CSA പള്ളിക്ക് സമീപത്തു നിന്നും തുടങ്ങിയ ബോധവൽക്കരണ ജാഥ മാനഞ്ചിറ സ്ക്വയറിൽ സമാപിച്ചു. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, വികലാംഗക്ഷേമ കോർപ്പറേഷൻ, റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വാരാചരണം സംഘടിപ്പിച്ചത്. മാനാഞ്ചിറയിൽ ഒരാഴ്ച നീളുന്ന ഓട്ടിസം ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം പുരുഷൻ കടലുണ്ടി MLA നിർവഹിച്ചു. മൈ നെയിം ഈസ് ഖാൻ എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. തുടർന്ന് ഏപ്രിൽ 8 വരെ ഫോറസ്റ്റ് ഹബ്ബ്, മെർക്കുറി റേസിംഗ്, ബ്ലാക്ക് ബലൂൺ, ഹരിദാസ്, ബർഫി, റെയിൻമാൻ തുടങ്ങിയ സിനിമകളുടെ പ്രദർശനവും നടക്കും. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് P സിക്കന്ദർ, സഞ്ജീവ് ബാബു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, KP ശിവദാസൻ എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കാനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. AITUC ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ KM കുട്ടികൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ കാര്യത്തിൽ മൻമോഹൻ സിംഗിന്റെ അതേ ശബ്ദവും നയങ്ങളുമാണ് നരേന്ദ്രമോദിക്കുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. കോടിക്കണക്കായ ജനങ്ങളുടെ താൽപര്യത്തിനു പകരം വിരലിലെണ്ണാവുന്ന കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങളുടെ ഐക്യം ഉണ്ടാവണം. ടൌൺഹാളിൽ നടന്ന KM കുട്ടികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും നിരവധി വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന കാലമാണിത്. തൊഴിൽ നിയമങ്ങളെല്ലാം ഓരോന്നായി ഭേദഗതി ചെയ്യുന്ന സർക്കാർ അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച തൊഴിലാളി നേതാവായിരുന്നു KM കുട്ടികൃഷ്ണനെന്നും കൈവച്ച മേഖലകളിലെല്ലാം തൊഴിലാളികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത ഉജ്ജ്വല ട്രേഡ് യൂണിയൻ നേതാവും കമ്മ്യൂണിസ്റ്റുമായിരുന്നു അദ്ദേഹമെന്നും കാനം പറഞ്ഞു. സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാനും
അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകാനുമാണ് സഖാവ് KM മുന്നോട്ട് വന്നത്. KM കുട്ടിക്കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം CPI ദേശീയ കൌൺസിൽ അംഗം സത്യൻ മുഖരി നിർവഹിച്ചു. സിറ്റി കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ AITC-യും പ്രഭാത് ബുക്സും ഏർപ്പെടുത്തിയ KM കുട്ടിക്കൃഷ്ണൻ സ്മാരക പുരസ്കാരം ചെറുകുളത്തൂർ KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയ്ക്ക് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം സമ്മാനിച്ചു. വായനശാല പ്രസിഡന്റ് E. വിശ്വനാഥൻ പുരസ്കാരം സ്വീകരിച്ചു. 10,000 രൂപയുടെ പുസ്തകങ്ങളാണ് പുരസ്കാരം. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലും ഒരു ഗ്രാമത്തെ മുഴുവൻ നേത്രദാന, അവയവദാന, ശരീരദാന ഗ്രാമമാക്കി മാറ്റുന്നതിനും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിനാണ് പുരസ്കാരം. AITC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് J. ഉദയഭാനു, CPI സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ IV ശശാങ്കൻ, M. നാരായണൻ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, AITC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, PV മാധവൻ എന്നിവർ സംസാരിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. ബേപ്പൂർ നെടിയാർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേട്ടക്കുരുമകൻ ക്ഷേത്രം കട്ടിലവയ്ക്കൽ കർമ്മം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പേരൂർ ഇല്ലത്തെ ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. TK മുരളീധര പണിക്കർ കട്ടിലവയ്ക്കൽ കർമ്മം നിർവഹിച്ചു. രാവിലെ 12:10 ശുഭമുഹൂർത്തത്തിലാണ് ചടങ്ങ് നടന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P. രാജേന്ദ്രൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ PV, ട്രഷറർ ഉദയവർമ്മ എന്നിവർ നേതൃത്വം നൽകി. സുമേഷ് ശാന്തി, മണിനാഥൻ, ജനാർദ്ദൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. MP പത്മനാഭൻ, ഭാവന രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നടുവട്ടം തമ്പുരാങ്കണ്ടി കാളി ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മം ക്ഷേത്രം തന്ത്രി ചിറ്റാരി പാലക്കൊള്ളിലം നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. മഹാഗണപതി ഹോമത്തോടെ ആദ്യ ദിവസത്തെ പരിപാടികൾ ആരംഭിച്ചു. ഉഷപൂജ, ആചാര്യവരണം, ശില്പി ദക്ഷിണ, പ്രസാദ പരിഗ്രഹം, പീഠ പരിഗ്രഹം, മഹാസുദർശന ഹോമം, ആവാഹന തിലഹോമം, സായുജ്യ പൂജ, ബിംബശുദ്ധി ക്രിയകൾ, അനുജ്ഞാ കലശ പൂജ, കലശാഭിഷേകം, ശയ്യാപൂജ, ജീവകലശ പൂജ എന്നിവ നടന്നു. പുനഃപ്രതിഷ്ഠാ ദിനത്തിൽ മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. അധിവാസം വിടർത്തി പൂജകൾ, ബിംബ ജീവകലശാദികൾ, അകത്തെഴുന്നള്ളിക്കൽ, മുഹൂർത്ത പ്രായശ്ചിത്ത ദാനങ്ങൾ എന്നിവ നടന്നു. 9:30 10:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠയും മറ്റു പൂജകളും നടന്നത്. പ്രസാദ ഊട്ടോടെ പരിപാടികൾ സമാപിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് തമ്പുരാങ്കണ്ടി കരുണാകരൻ, സെക്രട്ടറി തമ്പുരാങ്കണ്ടി പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. മാത്തോട്ടം ചെമ്മനംപറമ്പിൽ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ച് സർവകക്ഷി ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. MI മുഹമ്മദ്, PP വീരാൻകോയ, M ഷാനവാസ്, P മാധവദാസ്, V നവാസ്, K സജീർ, TV അബ്ദുൾ അസീസ്, ഷാനവാസ്, മൻസൂർ എന്നിവർ നേതൃത്വം നൽകി. മാങ്കാവ് കുറ്റിയിൽത്താഴം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് മാങ്കാവ് കുറ്റിയിൽത്താഴം റോഡ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഫണ്ട് പാസാക്കിയിട്ടും പ്രവൃത്തി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിയുന്നതിനായി പ്രദേശത്തെ 20ഓളം റെസിഡൻസ് അസോസിയേഷനുകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒത്തൊരുമിച്ച് കൂട്ടായ്മയായി ഏപ്രിൽ 5 പ്രദേശത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ഉൾപ്പെടുത്തി രാവിലെ 10:30 മനുഷ്യച്ചങ്ങല നടത്തുവാനും തീരുമാനിച്ചതായും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 4 ലക്ഷം കയർ തൊഴിലാളികളുള്ള കേരളത്തിൽ ഈ മേഖലയിലെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി മൂലം കയർ തൊഴിലാളികളുടെ എണ്ണം 1.5 ലക്ഷത്തിൽ താഴെയായിരിക്കുന്നുവെന്ന് കേരള കയർ വർക്കേഴ്സ് യൂണിയൻ HMS പറഞ്ഞു. മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ വളരെ നിഷേധാത്മകമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും G. സുഗുണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക അവാർഡ് പ്രഖ്യാപിച്ചു. കഥകളി മേള വിദ്വാൻ കലാമണ്ഡലം വേണുമോഹനാണ് ഇത്തവണത്തെ അവാർഡെന്ന് പയ്യന്നൂർ കഥകളി അരങ്ങ് ഭാരവാഹികൾ പറഞ്ഞു. മില്ലീനിയം ഓഡിയോസ് പുറത്തിറക്കുന്ന ഗസൽ തരും ഓർമ്മകൾ എന്ന ഗസൽ ഗാനങ്ങളടങ്ങിയ CD പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ VM ബിനു പ്രകാശന കർമ്മം നിർവഹിച്ചു. മില്ലീനിയം ഓഡിയോസ് ഗസലിന്റെ ശുദ്ധസംഗീതം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഗസൽ മധുരം ജനങ്ങൾക്ക് സമ്മാനിക്കുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് ജില്ലാ സമ്മേളനം 4, 5 തീയതികളിൽ ബാലുശ്ശേരിയിൽ നടക്കും. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം എഗരൂർ ഇത്തളാട്ട് കാവുദേവി മന്ദിരത്തിൽ നടക്കും. രാവിലെ 9:30 ധ്വജാരോഹണം നടക്കും. 5 ഉച്ചയ്ക്ക് ശേഷം 3 വട്ടൊളി ബസാറിൽ നിന്നും മഹാശോഭയാത്ര ആരംഭിക്കും. മഹാശോഭയാത്ര ബാലുശ്ശേരി ടൗണിൽ പ്രത്യേകം തയ്യാറാക്കിയ മാധവജി നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സ്വാമി സത്യാനന്ദ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 24ാം വർഷം.
ഗാർഹിക പീഡന കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുവാൻ പ്രത്യേക കോടതി സ്ഥാപിക്കുമെന്ന് ഡോക്ടർ MK മുനീർ. ഇക്കാര്യം ചീഫ് ജസ്റ്റിസുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി. സഹകരണ സംഘങ്ങളെ ബ്ലേഡ് കമ്പനികളാക്കി ചിത്രീകരിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ ശ്രമങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് K മുരളീധരൻ MLA. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ.